വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് മീ ലക്ഷ്മി. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന ഡ്രസ്സ് എൻ്റെ അമ്മയുടെ 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡ്രസ്സാണ്. അപ്പൊ അതിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് ലുക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാമറസ് ലുക്ക്, ഒരു ഗ്ലാം മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പാർട്ടി മേക്കപ്പ് ലുക്ക് എന്നും പറയാം. അപ്പോൾ എല്ലാത്തിനും കൂടെ പോകുന്ന ഒരു കൈൻഡ് ഓഫ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഇട്ടതെന്ന് പറഞ്ഞാൽ, യാദൃച്ഛികമായിട്ട് എൻ്റെ കയ്യിൽ വന്ന് പെട്ട ഡ്രസ്സാണ് ഇത്. അത് അമ്മ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ അലമാര ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇരുന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ അമ്മയോട് ചോദിച്ചു, ഇതെവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചപ്പോഴാണ് അമ്മ ഇങ്ങനെ കഥ പറഞ്ഞത്. അമ്മയുടെ അനിയത്തിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് അമ്മയുടെ അച്ഛൻ ഇതേപോലെ എടുത്തു കൊടുത്ത ഡ്രസ്സാണ്. അത് 25 വർഷങ്ങൾക്ക് മുന്നേ, 26-27 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പം എൻ്റെ ഏകദേശം ഒരു സൈസിനൊക്കെ ഒത്ത ഒരു ഡ്രസ്സാണ്. അപ്പൊ ഞാൻ അത് ഇട്ട് നോക്കുകയും അതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആവുകയും ചെയ്തു. ഒരു സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല, അതിലൊരു സ്വീക്കൻസ് പോലും പോയിട്ടില്ല, അതിലൊരു സ്റ്റിച്ച് പോലും ഇളവിയിട്ടില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചൊരു ഡ്രസ്സായിരുന്നു ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇത് വെച്ചൊരു മേക്കപ്പ് ചെയ്യാം. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ബൾബ് കത്തിയത്. ഇത് ആക്ച്വലി എടുത്തിട്ട് ഒരുപാട് ദിവസമായി, കുറച്ചധികം ദിവസമായി. പക്ഷെ ഇപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു ടൈം കിട്ടിയത്. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾ കാണും പോലെ നമ്മൾ നോർമലായിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു, അതിനുശേഷം നമ്മുടെ കോമ്പാക്ട് ഇട്ട് കൊടുത്തു, കൺസീലർ ഇട്ട് കൊടുത്തു, അതിനുശേഷം നമ്മൾ കോമ്പാക്ട് ഇട്ട് കൊടുത്തു, എന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ അമ്മമാരൊക്കെ എത്ര പെർഫെക്റ്റ് ആണ് അല്ലേ പല പല കാര്യത്തിലും. ഞാൻ സീരിയസ്ലി അത്ഭുതം തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജനറേഷനിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിയാലും നമ്മൾ കൂടിപ്പോയി ഒരു 6-7 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്ന് കുറുകി തുടങ്ങും. എന്ന് വെച്ചാൽ പുതിയ ഡ്രസ്സ് വേണം, പഴയതായി, അത് പോയി ഇത് പോയി, കളർ മങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുതിയ ഡ്രസ്സിന് വേണ്ടി പലപ്പോഴും വാശി പിടിക്കാറുണ്ട്. ഞാൻ അങ്ങനെ വാശി പിടിച്ചിട്ടില്ല, എനിക്ക് പുതിയ ഡ്രസ്സ് കിട്ടിയേ പറ്റുള്ളൂ. പക്ഷെ എങ്കിലും ഉള്ളിലൊരു ആഗ്രഹം വരും, എനിക്കിതൊന്ന് ഇത് വേണ്ട എന്ന് പലപ്പോഴും ഞാൻ ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട്. പല ഡ്രസ്സും ഇതിൻ്റെ കളറൊക്കെ മങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറ്റി വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ അമ്മമാരങ്ങനെയല്ല, അവർ ആ ഒരു ഡ്രസ്സ് കഴുകുന്ന രീതിയും അല്ലെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുന്ന ഓരോ രീതിയൊക്കെ സത്യം നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ പലവരുടെയും അമ്മമാർ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഡാം ഷുവറാണ്. കാരണം വെച്ചാൽ എനിക്കൊന്ന് അപ്പോഴത്തെ ആൾക്കാർക്ക് അധികം ഇതേപോലെ എപ്പോഴും ഡ്രസ്സ് കിട്ടാനോ അല്ലെങ്കിൽ എപ്പോഴും വാങ്ങിക്കൊടുക്കാനോ അങ്ങനെയുള്ളൊരു സാഹചര്യം ആയിരിക്കത്തില്ല. അപ്പം അവർക്കുള്ളത് അവർ അത്രയും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യലും അത്രയ്ക്ക് നല്ല രീതിക്ക് ആ ഓരോ ഡ്രസ്സിനെയും അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ആയിരിക്കും. നിങ്ങളുടെ അമ്മമാരും ഇങ്ങനെയാണോ എന്ന് പറയട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ അമ്മേനെ ഞാൻ അത്രയ്ക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ അമ്മയുടെ ഡ്രസ്സ് മാത്രമല്ല, ഞങ്ങളുടെ ഡ്രസ്സും സൂക്ഷിച്ചു വെക്കുന്ന കാര്യത്തിൽ എൻ്റെ അമ്മ വെല്ലുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അമ്മയുടെ ചേച്ചിക്ക് ഒരു മോളുണ്ട്. അപ്പോൾ ആളിട്ട ഡ്രസ്സ് അത് ചെറുതാകുമ്പോൾ എനിക്ക് തരുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ട് അത് ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുക്കും. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഇട്ട ഡ്രസ്സ് അമ്മയുടെ അനിയത്തിയുടെ മോൾക്ക് അവർക്ക് കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും വർഷം, അതായത് നമ്മൾ ഒരു ഡ്രസ്സ് തന്നെ നമുക്കത് ഇറുകി പോകുമ്പോഴോ അല്ലെങ്കിൽ ഇത്തിരി ഇടാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ കളയുന്നത്. പക്ഷേ അപ്പോൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആ ഒരൊറ്റ ഡ്രസ്സ് തന്നെ 4 ജനറേഷനിലുള്ള ആൾക്കാരാണ് ഇടുന്നത്. 4 ജനറേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, 4 ആൾക്കാരാണ് ഇടുന്നത്. എന്നിട്ട് പോലും ഒരു ഡ്രസ്സിന് അത്രയും കോട്ടം തട്ടാത്ത രീതിക്ക് എൻ്റെ അമ്മ അത്രയും കഴുകുമ്പോഴായാലും ഒക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര നമ്മൾ അഡ്മയർ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളും അതുപോലെ ആവണം, എനിക്ക് അതുപോലെ ആവണമെന്നുണ്ട്. പക്ഷെ പലപ്പോഴും നടക്കാറില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, പണ്ടത്തെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി ഇപ്പോഴത്തെ ഡ്രസ്സിൻ്റെയൊക്കെ ക്വാളിറ്റി പറയാനുണ്ട്. ഇതൊരു വെൽവെറ്റ് കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. ഇത് സ്വീക്കൻസ് അല്ല, ഇത് നമ്മുടെ മറ്റേ പണ്ടത്തെ സ്വീക്കൻസ് എന്ന് എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരറിയത്തില്ല. കല്ലല്ല ഇത് വേറൊരു കൈൻഡ് ഓഫ് സ്വീക്കൻസ് ആണ്. അപ്പം അതൊക്കെ ഇങ്ങനെ പോവാതെ അത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന രീതിയും അത് സത്യം പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും എന്താ പറയണ്ടേ, ഈ ഒരു ഡ്രസ്സിന് ഒരു കേടുമില്ല, ഒരു സ്റ്റിച്ച് പോലും ഇളകിയിട്ടില്ല ഈ ഒരു 26-27 വർഷം കഴിഞ്ഞിട്ട് പോലും. അതാണ് എനിക്ക് അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. സോ നമ്മളും ഇങ്ങനെയൊക്കെ ആവാനായിട്ട് ശ്രമിക്കണം. ഞാൻ ട്രൈ ചെയ്യാണിപ്പോൾ. അത് ഇപ്പം അല്ല, പക്ഷേ പലപ്പോഴും നടക്കാറില്ല. നമ്മൾ ഈ
ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്ന രീതിയും അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ കൂടുതലും ഞാൻ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇടാറില്ല. പിന്നെ എൻ്റെ എല്ലാം മറ്റേ ബനിയൻ ക്ലോത്തിൻ്റെ ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഡ്രസ്സാണ്. അപ്പം അതൊരു 3 വട്ടമൊക്കെ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി പോകും, അതൊന്ന് വലിയും, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതുപോലത്തെയൊക്കെ ഡ്രസ്സാണെങ്കിൽ നമുക്ക് കുറേ നാൾ കൂടെയൊക്കെ ഇടാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ മോഡലും ഇപ്പോഴും ഇത് ഔട്ട് ഓഫ് ട്രെൻഡ് ആവാത്തൊരു ടൈപ്പ് ഓഫ് മോഡലാണ്. ഇതെൻ്റെ അമ്മ ചുരിദാറായിട്ട് ഇട്ടതാണ്. പക്ഷെ ഞാനിത് ഒരു ഒരു ഫ്രോക്ക് പോലെയാണ് ഇട്ടത്. ഞാൻ ലാസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് മൊത്തം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്ന മേക്കപ്പ് എല്ലാം റൈറ്റ് സൈഡിൽ ഏതൊക്കെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നും ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. പിന്നെ ഏതൊക്കെ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നതെന്ന് റൈറ്റ് സൈഡിൽ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഞാനതൊന്ന് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെ ഇപ്പം ഞാനൊരു പിങ്ക് കളർ ലിപ്സ്റ്റിക് ഇട്ടു. അത് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ ഞാനൊരു ന്യൂഡ് ഷെയ്ഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് മേക്കപ്പൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറയാനുള്ളത് ഇത് തന്നെയാണ്, നമ്മൾ പല പല കാര്യങ്ങളിൽ സൂക്ഷിക്കുന്ന രീതി പോലെ ഇരിക്കും അത് എത്ര നാൾ പോകുന്നു എന്നുള്ളത് പോലെ ഇരിക്കും പോകുന്നത്. സോ എന്തായാലും നിങ്ങൾ ഇതാണ് മേക്കപ്പ് ലുക്ക് വരുന്നത് കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് വെട്ടമൊക്കെ കുറഞ്ഞ ഉച്ചയ്ക്ക് മുതലേ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ പറ കേട്ടോ. എന്തായാലും ഇതിൻ്റെ പിക്കും അല്ലെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ ഫുൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ വീഡിയോസ് ഇപ്പോൾ ഇടുന്നത് കുറച്ച് ലാഗ് ആണെന്ന് എനിക്കറിയാം. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേഷനൊക്കെ ആയിട്ട് ഞാൻ പുതിയൊരു Q&A ഉടനെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.